മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഇടവകയിൽ വിശ്വാസ പരിശീലന ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മളിന്ന് പ്രത്യേകമായിട്ട് കാറ്റക്കിസത്തിൻ്റെ മതബോധനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. കാറ്റക്കിസം ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന ടീച്ചേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. മതബോധനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വചനമാണ്. ഇതിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: യേശു പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്ന്. വ്യക്തികളെ ദൈവകൃപയിൽ വളർത്തുക, കുട്ടികളെ ദൈവകൃപയിൽ വളർത്തുക എന്നുള്ളതാണ് മതബോധനത്തിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, മതബോധനത്തിൻ്റെ വിശ്വാസ പരിശീലനത്തിൻ്റെ മാതൃക യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ചെറിയ ഉപമകളിലൂടെയും കഥകളിലൂടെയും ദൈവരാജ്യത്തെക്കുറിച്ചും പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. തൻ്റെ ജീവിതത്തിലൂടെ യേശുക്രിസ്തു മാതൃക കാണിച്ചു തരികയാണ്. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് മാതൃക കാണിച്ചു തരുന്നു. അങ്ങനെ യേശുക്രിസ്തു വിശ്വാസ പരിശീലനത്തിൻ്റെ കാറ്റക്കിസത്തിൻ്റെ ഉത്തമ മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പക്കൽ നിന്നും പാപിയായ സക്കേവൂസ് മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വന്നു. സമരിയാക്കാരി സ്ത്രീ തൻ്റെ പാപത്തിൻ്റെ വഴിയെല്ലാം വെടിഞ്ഞ് യേശുവിൻ്റെ വചനം കേട്ട് യേശുവിനെ രക്ഷകനായിട്ട് തിരിച്ചറിയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെ യേശുക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലും സ്നേഹത്തിലും വളർത്തുക, അതായിരിക്കണം കാറ്റക്കിസം ക്ലാസ്സുകളുടെ ലക്ഷ്യം. അതിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. അതുപോലെ തന്നെ കാറ്റക്കിസം ടീച്ചേഴ്സും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കൊറോണ കാലത്ത് ദിവ്യബലിയിൽ സംബന്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കാറ്റക്കിസം ക്ലാസ്സുകൾ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക. ഈ മഹാമാരിയുടെ കാലത്ത് പോലും കുട്ടികൾ ക്രിസ്തുവിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു എന്നുള്ള ആ ഒരു ലക്ഷ്യം എന്നും മാതാപിതാക്കന്മാർ മനസ്സിൽ കരുതണം. ടീച്ചേഴ്സും അതുപോലെ തന്നെ ആ ഒരു ലക്ഷ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് വേണ്ട പരിശീലനം നൽകണം. കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഹോൾഡ് ഹിസ് ഹാൻഡ് ആൻഡ് വാക്ക് വിത്ത് ഹിം, കർത്താവിൻ്റെ കരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വിശ്വാസ പരിശീലന ദിവസത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. My dear parents, teachers and students, I'm very happy that this year our faith formation is in a unique way. Everyone are working hard for the success of the online classes, and I appreciate all of you wholeheartedly. As we know, due to this pandemic, we are forced to be online, and we should take it seriously because the coming years, this will be our lifestyle. So we should be ready for this way of life. Today, I would like to draw your attention to the Gospel of Luke chapter 24 verse 1-53. Because these days I am being questioned about the faith in God. And the question regarding that, I am sure you will all have the same question to ask me. My answer to this question is very simple. Just read the Gospel of Luke chapter 24 verse 1-53. Here we read about the empty tomb of Jesus. This chapter is divided into 4 passages, but I would like to explain the first 3 passages. The first, the faith of disciples is lost because the man who presented them salvation is gone missing. So the disciples went back to their ordinary way of life because they lost faith in Jesus. But when we continue into the second passage, we can see the 2 of the disciples who lost faith in Jesus are walking towards Emmaus. The word Emmaus signifies the way to darkness.
And because they became blind, they left Jerusalem, that is known as the way of light. So here, when they lost the faith, Jesus is with them. Jesus walks with them, listens to them, comforts them. And still they did not recognize him because of their blindness. But later, through the breaking of bread, they understood that it was Jesus. So he brought them back to Jerusalem. In the third part, we can see the other disciples. They all went to the ordinary way of life. But Jesus did not put them astray. Jesus appeared to them in their midst, but they did not recognize Jesus. They said it was a ghost. They shouted, "Ghost, ghost." But Jesus said to them, "Peace be with you." When Jesus said, "Peace be with you," they recognized it was Jesus Christ. So because of the lack of faith, Jesus helped them to come back to faith in God. In this each passages we can see Jesus brings all his disciples together. When we think that Jesus is no more, don't think that Jesus is gone forever. No, he's still there with us. It's just our mentality and our faith which helps to recognize Jesus. So today we are in such a situation and we are unable to understand the faith of God. So today I ask the question, are you able to have faith in Jesus? Are your eyes open to see Jesus? If yes, then we know that love of God and understand that God is still protecting us. Or else we will just complain as the people say, there is no God, there is no faith in Jesus. So reflect yourself and find out your answer. സ്വർഗത്തിലെ അമ്മ അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം ഒതുക്കി വെച്ച് മാനവർക്ക് പകർത്ത് നൽകി ദൈവമലിവോടെ. അതെ, അമ്മ എന്ന രണ്ടക്ഷരം സ്നേഹത്തിന്റെ പര്യായമാണ്. ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മാധുര്യമുള്ള മാതൃസ്നേഹം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ. എല്ലാ അമ്മമാരിലും വലിയവളായ അമ്മ, എല്ലാവരുടെയും അമ്മ, പരിശുദ്ധ അമ്മ. കൂട്ടുകാരെ, എന്നും അമ്മ പറഞ്ഞു തന്ന കഥകൾ കേൾക്കുന്ന നമുക്ക് ഇന്ന് അമ്മയുടെ കഥ കേട്ടാലോ? ഈ മരിയൻ വർഷത്തിൽ അമ്മയെ അറിയാൻ, അമ്മയിലൂടെ ഈശോയെ അറിയാൻ, അങ്ങനെ വിശ്വാസത്തിൽ വളരാൻ ഞങ്ങൾ ഒരുക്കുന്ന കുഞ്ഞു സമ്മാനം സ്വർഗത്തിലെ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കുറച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. എന്നതിനാൽ ചില അപ്രമാണിക ഗ്രന്ഥങ്ങളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ഈ കഥ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ കഥ ഇവിടെ ആരംഭിക്കുന്നു. സ്വർഗത്തിൽ ഇന്ന് വലിയൊരു ചർച്ച നടന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യരെ എങ്ങനെ രക്ഷയിലേക്ക് നയിക്കാം എന്നതായിരുന്നു വിഷയം. ഒടുവിൽ പരിശുദ്ധ തൃത്വത്തിന്റെ മനുഷ്യരോടുള്ള സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് പുത്രനായ ഈശോ മനുഷ്യാവതാരം ചെയ്യാൻ തീരുമാനമായി. എന്നാൽ ദൈവപുത്രന്റെ അമ്മയായിരിക്കും? സ്വർഗം മുഴുവൻ ആ അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരിച്ചലാണ്. അപ്പോഴാണ് നസ്രത്തിൽ താമസിച്ചിരുന്ന ദൈവഭക്തരും നന്മ നിറഞ്ഞവരും ആയ അന്ന ജോവാക്യും ദമ്പതികളുടെ മനമുറുകിയുള്ള പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്നത്. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാത്ത വലിയ ദുഃഖത്തിലായിരുന്നു ആ വിശുദ്ധ ദമ്പതികൾ. ജെറുസലേം ദേവാലയത്തിൽ എല്ലാ വർഷവും ഒരുപാട് ബലികളും കാഴ്ചകളും എല്ലാം സമർപ്പിച്ചിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടിയില്ല. എങ്കിലും അവർ ഒരിക്കലും നിരാശരായില്ല. വീണ്ടും വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന പ്രാർത്ഥിച്ചു, സർവശക്തനായ യഹോവേ, എന്റെ ദൈവമേ, ചെടികൾക്ക് പൂക്കളും കായകളും ഉണ്ടാകുന്നു, പക്ഷികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, എന്നാൽ എനിക്ക് മാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് ജോവാക്യും തന്റെ പുതിയ തീരുമാനം അന്നയെ അറിയിച്ചത്. അന്നേ, നീ സങ്കടപ്പെടരുത്.
നമ്മൾ നിരാശരാകരുത്. നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ ഞാനിതാ മരുഭൂമിയിലേക്ക് പോകുന്നു. ജോവാക്യം മരുഭൂമിയിലേക്ക് പോയതിനു ശേഷം അന്നയും സദാസമയം പ്രാർത്ഥനയിൽ തന്നെ ചെലവഴിച്ചു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ അന്നയ്ക്ക് മുമ്പിൽ ഒരു മാലാഖ. അന്നേ, ദൈവം നിന്റെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രിയെ പ്രസവിക്കും. ആ കുഞ്ഞിനെ ഈ ലോകം മുഴുവൻ അറിയും. അന്ന് തന്നെ ജോവാക്യം മരുഭൂമിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിയെത്തി. മാലാഖ അറിയിച്ച സന്തോഷ വാർത്ത കേട്ട് അവർ ഇരുവരും ദൈവത്തെ സ്തുതിച്ചു. ഏറെ താമസിയാതെ അന്നയ്ക്കും ജോവാക്യമിനും സ്വർഗീയ തേജസ്സുള്ള ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ദൈവദാനമായ തങ്ങളുടെ കുഞ്ഞിനെ ദൈവത്തിനു തന്നെ അവർ സമർപ്പിച്ചു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് യഹൂദ കന്യകകൾക്ക് 14 വയസ്സാണ് വിവാഹപ്രായം. ഇതാ മറിയത്തിന് വിവാഹപ്രായം എത്തിയിരിക്കുന്നു. രക്ഷകൻ ജനിക്കുമെന്ന വാഗ്ദാനം എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചറിഞ്ഞ മറിയം എന്നും പ്രാർത്ഥിച്ചിരുന്നത് രക്ഷകന്റെ ഒരു ദാസിയായിട്ടെങ്കിലും ജീവിക്കാനുള്ള അനുഗ്രഹം തനിക്ക് നൽകണേ എന്നാണ്. ദേവാലയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന യുവതികളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് ഒരുപാട് യുവാക്കൾ ദേവാലയത്തിൽ വന്ന് പുരോഹിതനെ കാണുകയായിരുന്നു അന്നത്തെ ആചാരം. അങ്ങനെ ഇന്ന് മറിയത്തിൻ്റെ ഊഴമാണ്. നിന്റെ ജീവിത പങ്കാളിയെ ദൈവം തന്നെ നിനക്ക് കാണിച്ചു തരും എന്ന് പുരോഹിതൻ മറിയത്തോട് പറഞ്ഞിരുന്നു. പുരോഹിതൻ പറഞ്ഞതനുസരിച്ച് ദൈവം തനിക്കായി ഒരുക്കിയ ജീവിത പങ്കാളിയെ മറിയം അവർക്കിടയിൽ തിരഞ്ഞു. അതാ പ്രധാന പുരോഹിതന്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുമുഖനായ ഒരുവനിൽ മറിയത്തിന്റെ കണ്ണുടക്കി. മറ്റെല്ലാവരിലും നിന്ന് വ്യത്യസ്തമായി അതാ ആ യുവാവ് പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലെ വടിയിൽ ലില്ലിപ്പൂക്കൾ വിരിയുന്നു. കൂടെ എവിടെ നിന്നൊരു പ്രാവ് പറന്നു വന്ന് അദ്ദേഹത്തിന്റെ തോളിലിരുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് ആ മുഖത്ത് നിറഞ്ഞു നിന്ന ശാന്തനും ദൈവ തേജസ്സും അദ്ദേഹത്തെ എല്ലാവരിലും ആകൃഷ്ടനാക്കി. ദാവീദിന്റെ വംശത്തിൽ ജനിച്ച നീതിമാനായ ജോസഫായിരുന്നു അദ്ദേഹം. പുരോഹിതൻ മറിയത്തെ ജോസഫിനെ പരിചയപ്പെടുത്തി. ഇരുവരുടെയും വിവാഹം അങ്ങനെ ദൈവഹിത പ്രകാരം നിശ്ചയിച്ചു. വിവാഹ നിശ്ചയത്തിന് ഏറെ നാളുകൾക്ക് ശേഷം മറിയം തനിക്ക് ഇഷ്ടപ്പെട്ട തുന്നൽ ജോലി പ്രാർത്ഥനാപൂർവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു വലിയ പ്രകാശം. ഇതാ തനിക്ക് മുമ്പിൽ ഒരു ദൈവദൂതൻ. ദൂതൻ മറിയത്തോട് പറഞ്ഞു, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് ഞാൻ. കൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. മറിയം ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, അങ്ങയുടെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതെ, ഈ വാക്കിലൂടെ അവൾ സ്വർഗത്തിന്റെ ഭൂമിയുടെ ദൈവപുത്രന്റെ അമ്മയായി. ദൈവം തനിക്ക് മുമ്പിൽ വെച്ച ആഗ്രഹത്തിന് അവൾ സമ്മതം മൂടി. ദാസിയാകാൻ ആഗ്രഹിച്ചവളെ ദൈവം അമ്മയെ തിരഞ്ഞെടുത്തു. അങ്ങനെ മറിയം എന്ന് നമ്മുടെ അമ്മ, വിശ്വാസം എന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു. Yes, faith is to say yes to
God's will. അങ്ങനെ സ്വർഗത്തിൽ ആഘോഷമായി. മറിയത്തിന്റെ സമ്മതം കേട്ട് സ്വർഗം മുഴുവൻ സന്തോഷിച്ചു. നമുക്കും ആ അമ്മയുടെ വിശ്വാസം മാതൃകയാക്കാം. സ്വർഗം മുഴുവനോട് ചേർന്ന് ആ അമ്മയെ സ്തുതിക്കാം. Hi everyone, I'm indeed very happy to be with you all today, though virtually. I take this opportunity to convey my heartiest regards to Reverend Father Saju, Reverend Father Maxine, Reverend Sisters, Catechism HM teachers, dear parents, and you, my dear children. Firstly, I would like to congratulate all of you for putting up a cultural fiesta amidst this pandemic and celebrating the Faith Formation Day in its full grandeur. The day March 25th, 2020, when the lockdown began in India, it must have been a nightmare for each one of us who found ourselves having slept in one world and woken up in the other. Suddenly we realized that our streets have become empty. Churches are closed down, trains not running, forget them being crowded. Celebration of feasts and festivals have been minimized. Our city, Mumbai, previously known as the city that never sleeps, is now a city that's eerily silent and calm. Most of us would be sitting in a coronavirus hotspot, unaware about when the lockdown will end and when we will be able to socially undistance ourselves. Dear friends,
Like you all, I too am a seeker, swimming in the stormy seas of the COVID-19 pandemic, not knowing what struck us, not knowing when we will be able to reach safe and secure harbors. In the book of Job, we come across a person who was allowed to be tested by the Satan. Job, who was at the helm of richness, was thrown into utter misery and poverty one sudden day. Seeing his pathetic situation, his wife questions him. In chapter 2 verses 9, Job's wife asks him, "Do you still hold on to your faith?" Dear friends, as we all gear up collectively to pull through this COVID-19 pandemic which is at play, we may find ourselves grappling with newer versions of questions related to faith, religion, and spirituality. Truly, it is sad to see what is happening to us. I would consider myself as a pandemic parish priest or the pandemic assistant director of catechism. You too may consider yourselves as a pandemic teacher, pandemic doctor, pandemic engineer, or merely a pandemic parent or pandemic student, all alone in our homes. Therefore, most of us are on the brink of something called social recession, that is, an epidemic of loneliness and isolation. However, in spite of all these, as a Christian, as a Catholic, if we look closely amidst these unprecedented times, there is a silver lining to behold. Let's not forget that we are learning very important lessons each day. The very first thing COVID-19 has taught us is that what unites all of us is our humanity. I was not born a Christian. I was not born a Catholic. I was not born a priest. I was born a human being. And these days, very painfully, that little coronavirus is reminding all of us the only thing that unites us is our humanity. COVID-19 has no respect for the President of India or the Prime Minister, or the rich or the poor, or the priest or the laity. Everyone is suffering. Therefore, there is a kind of flattening, so to say, of all the hierarchies in our society. Secondly, what about our securities and our sureties? With the intensive and path-breaking developments in technology, internet and medicine, we all thought that science was capable of running the world. But today, we are all brought down by the sense of humility that we are helpless in the wake of a scientific query. On whom do we finally depend? We cannot depend on ourselves because nobody has an answer. We will have to depend on something supernatural. We have lost all our sureties and our securities, and thus we will have to depend on God. Dear friends, today, as you celebrate Faith Formation Day, I would say faith has always been tested right from the beginning. However, as Christians, let us not lose hope. Rather, let us live for horizons of hope. Yes, because Christianity is a religion of hope. The cross ends with the empty tomb. Good Friday culminates with Easter Sunday.
Behind every death there is a rising. So, despite the despair, the misery we see all around us, let's be optimistic. Let's be positive. When I say positive, let's not test positive. Rather, let's stay positive in Christ. May God bless all of you. La 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 la, yeah. Your smile's always shining out, and they know what it's all about. It's not hard for them to figure out the way you show Jesus. You know love is what they heard, and you didn't even say a word. Ain't it funny, that's the way it works. So when you know Jesus, oh, it's like flipping on a light switch when you're walking into this room. It's so undeniable. I gotta tell you that I like the way anytime, anywhere, any place, it's written all over your face. The way you love Jesus, and it always speaks to me. A little joy with a touch of peace. It's so inspiring, the way you show Jesus. So give me that, and show me that. Oh, give me that, the way you show Jesus. Oh, it's like flipping on a light switch when you're walking into this room. You're so unmistakable, and oh, show up any time of day. You can never get here too soon. You're so unbelievable. You're so unbelievable. Just give me that, and show me that. Oh, give me that, the way you show him. I gotta tell you that I'm rocking the way. Anytime, anywhere, any place, it's written all over your face. The way you love Jesus, the way you love, and it always speaks to me. It's speaking a little joy with a touch of peace. It's so inspiring, you know the way you show Jesus, So give me that, and show me that. Oh, give me that, the way you show Jesus. So give me that, hey, show me that. Oh, give me that, the way you show Jesus. ഇന്ന് നാം ഫെയ്ത്ത് ഫോർമേഷൻ ഡേ ആഘോഷിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസമാണ് വിശുദ്ധരെ വാർത്തെടുക്കുന്നത്. ഫെയ്ത്ത് മോൾഡ്സ് സെയിൻറ്റ്സ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്കൊന്ന് ഓർക്കാം. 21ാം നൂറ്റാണ്ടിന് വിശുദ്ധരെ ആവശ്യമുണ്ട്. ജീൻസ് ഇടുന്ന, ടീഷർട്ട് ധരിക്കുന്ന, സിനിമ കാണുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, ദിവ്യകാരണത്തെ സ്നേഹിക്കുന്ന വിശുദ്ധരെ. Children, are you ready to become the saints of 21st century? അതിനെ തളരാത്ത വിശ്വാസം, ഉലയാത്ത വിശ്വാസം ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പരസ്യവാചകം ഉണ്ടല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം. അതെ, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവം വഴി നടത്തുമെന്നുള്ള വിശ്വാസം. എന്തിനാണ് നാം ഇന്ന് ഫെയ്ത്ത് ഫോർമേഷൻ ഡേ ആഘോഷിക്കുന്നത്? ഇവിടെ നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ഓരോ പരിപാടിയും അത് ബൈബിൾ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. Why we should read Bible daily? ഈ ബൈബിളാണ് നമ്മുടെ വിശ്വാസത്തെ രൂപീകരിക്കുന്നത്, ഫോം ചെയ്യുന്നത്. എബ്രഹാം എങ്ങനെ വിശ്വാസികളുടെ പിതാവായെന്നും, യാക്കോബിനെ ദൈവം എങ്ങനെ വഴി നടത്തിയെന്നും, ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചുവെന്നും, 3 യുവാക്കളെ തീച്ചുളയിൽ നിന്ന് എങ്ങനെ സംരക്ഷണം നൽകിയെന്നും എല്ലാം ഈ ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാം ഇന്ന് ഒരു കൊറോണ കാലത്താണ്. ഈ മഴക്കാലം, വേനൽക്കാലം എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൊറോണ കാലത്ത്, ഈ കൊറോണ സീസണിലെ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു പരാതി ഫുൾ ടൈം TV, ഇന്റർനെറ്റ്, മൊബൈൽ ഇതിൻ്റെയൊക്കെ മുമ്പിലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 21ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരാകാൻ നമുക്കൊന്ന് ശ്രമിച്ചാലോ? ഈ സീസണിലെ നിങ്ങൾക്ക് കൂട്ടുകൂടാൻ ഒരു പുതിയ വിശുദ്ധനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കാർലോസ് എക്യുറ്റസ്. ഇവനാണ് 21ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ. യുവാക്കളുടെ ചങ്ക്, കുട്ടികളുടെ മാതൃക.
സമയം നഷ്ടപ്പെടുത്തുന്നുവെന്നും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുമെന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന ഈ കമ്പ്യൂട്ടറും ടെക്നോളജിയും ഉപയോഗിച്ച് ഈശോയെ സ്നേഹിച്ച തിരുസഭയെ വളർത്തിയ ഒരു വിശുദ്ധൻ 11-ാം വയസ്സിൽ സ്വന്തമായൊരു വെബ്സൈറ്റ് ആരംഭിച്ചു. A virtual library to broadcast Eucharistic miracles. He also called a cyber apostle. 15-ാം വയസ്സിൽ ലുക്കേമിയ ബാധിച്ച് മരിച്ചുവെങ്കിലും ഈ വിശുദ്ധന്റെ ശരീരം ഇന്നും അഴുകിയിട്ടില്ല. കാർലോസ് ഇങ്ങനെ പറയുമായിരുന്നു, ഓരോരുത്തരും സ്വന്തം തനിമയിൽ ജനിക്കുന്നു, എന്നാൽ മരിക്കുമ്പോൾ മറ്റു പലരുടെയും പകർപ്പുകളായി തീരുന്നു. അതെ, നമുക്ക് ക്രിസ്തുവിന്റെ പകർപ്പുകളായി തീരാം. അതിനെ 21-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധരാകണം. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, ഇതിലൂടെയെല്ലാം ദൈവത്തെ അറിയുന്ന, തിരുസഭയെ വളർത്തുന്ന 21-ാം നൂറ്റാണ്ടിന്റെ വിശുദ്ധൻ. ഈ ഫെയ്ത്ത് ഫോർമേഷനും അതിൻ്റെ ആഘോഷങ്ങളും അതിന് നിങ്ങളെ സഹായിക്കട്ടെ. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ടു ബിക്കം ദ സെയിൻറ്റ്സ് ഓഫ് 21st century. താങ്ക് യു. This year, the Catechism Unit of St. Alphonse of Foreign Church, Vasai West, had a chance to express our devotion towards Mother Mary as we celebrate this Faith Formation Day online. So here I am to express few words of gratitude to all those who have worked to put up this program before you all. I would like to start by expressing gratitude to Reverend Father Danny, Assistant Director of Catechism, Kalyan Diocese. In spite of his busy schedule, he has spared time for us. His words have given all of us a ray of hope in this pandemic situation. Thank you, Father, for gracing this occasion. My gratitude goes
to our Reverend Father Saju, our parish priest. Father's words have made us, the teachers and parents, more responsible to lead our children towards Christ. Gratitude goes to Reverend Father Maxine, our assistant parish priest. The message given by Father has brought us more closer to Jesus and made us reflect on the works of Jesus. Next, I would like to express gratitude to our Mother Superior, Reverend Sister Dhanya. Sister's message has increased our faith and helped our children to become the saints of 2020. Next, I would like to thank all my loving teachers who have been coordinating with parents and children to put up this virtual program. This program is a success due to the efforts of all the teachers. Special thanks to all the technical team of our Catechism unit. They have taken a lot of efforts to put this virtual program out of their busy working schedule. They took time and edited this program. A big thank you to all of you. My thanks goes to all the parents who were helping their children to put up this program. My sincere thanks to all my children who have done a lot of practice to make this program a success. May the grace of Mother Mary be upon each of us so that we may overcome the current pandemic and we may all lead a life pleasing to God. Thank you.